ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കുഞ്ഞു കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വൃത്തിയാക്കാൻ കുറച്ച് പാടായത് കാരണം നമ്മുടെ ചേട്ടനാണ് കേട്ടോ വൃത്തിയാക്കി തന്നത്. ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് റോസ്റ്റൊക്കെ ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ എന്ത് വേവിച്ചാലും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 2 കഷ്ണം പുളി ഇടുന്നുണ്ട്. ഈ പുളി ഇടുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാവരും പുളിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് തന്നെ പുളി ഇടുന്നുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അത് വേകാനായിട്ട് ആവശ്യത്തിന് മാത്രമുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞ് നമുക്കത് അടച്ച് വയ്ക്കാം. ഇത് വേവിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ടാണ് വേവിക്കുന്നത്. അതിന് ചേരുവകളായിട്ട് ഞാൻ 2 സവോള, 1 തക്കാളി, പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും. അപ്പം ഞാൻ ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് എണ്ണ ചൂടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനത് നോക്കാതെ തന്നെ കടുക് ഇട്ടു. ഇനി അതൊന്ന് പൊട്ടിത്തെറിക്കണം. അപ്പം ഞാനതിന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കൂന്തൽ വേവിച്ചിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാൻ. നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂന്തൽ നന്നായിട്ട് വേവിക്കണം. വേവിച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. കാര്യം അല്ലെങ്കിൽ വയറുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്താലും നന്നായിട്ട് വേവിച്ചിട്ട് വേണം കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തിട്ട് ഇച്ചിരി ഇത് ചേർത്തിട്ടുണ്ട്, വേപ്പില ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സവോള അരിഞ്ഞതും കൂടെ ചേർത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിങ്ങനെ ചെയ്യുന്നത്, ഞാൻ ആദ്യം സവോളയാണ് വഴറ്റുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്. ചില ആൾക്കാർ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വിടും. ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിന് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. കാര്യം സവോള നന്നായിട്ട് വഴണ്ടി വിടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചേക്കാം. അത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് റെഡിയാം. അപ്പോൾ നമ്മുടെ ഈ കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് കളറ് കണ്ടോ കൂന്തലിൻ്റെ പുളിയിട്ട് വേവിച്ചുകൊണ്ടായിരിക്കും തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കുവാണ്. അപ്പോൾ അത് ഒരുവിധം ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഞാൻ പേസ്റ്റ് അല്ല കേട്ടോ ചതച്ചതാണ്, നമ്മൾ ഇടിയല്ലേ ചതച്ചെടുത്തത്. പിന്നെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചമുളകിന് എരിവൊന്നുമില്ല. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ എണ്ണക്കകത്തും കിടന്നൊന്ന് നന്നായിട്ട് വഴണ്ടെടുക്കണം. പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളിക്ക് പുളി അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തക്കാളി ചേർക്കുന്നത്. ഈ പുളിയിട്ട് വെക്കുന്ന ഇതിനെന്തിനാണ് പിന്നെ പുളിയുള്ള തക്കാളി ചേർക്കണമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ അധികം പുളിയില്ലാത്തതുകൊണ്ടാണ് ചേർത്തത്. അപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചേരുവകളായിട്ട് പൊടി ഐറ്റംസൊക്കെ എടുക്കാം. നമ്മൾ ആദ്യം മല്ലിപ്പൊടി എടുക്കണം. മല്ലിപ്പൊടി 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അതൊരു 3 സ്പൂണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയ 2 സ്പൂണും പിന്നെ ഒരു ഇത്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. 3 സ്പൂണല്ല, 2.5 വല്ല. അപ്പോൾ ഇച്ചിരി ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിന് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെയല്ല എടുക്കാറ്. എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ക്വാണ്ടിറ്റി നോക്കി എടുക്കണമല്ലോ, എന്നാലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഇതൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ വഴറ്റി വേണം എടുക്കാൻ. പിന്നെ നമുക്കിപ്പോൾ കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ട് ചോറ് വയ്ക്കാനൊക്കെ സമയമായി. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് സമയമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെച്ച് ചേട്ടന് ചോറ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് വഴറ്റി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാര്യം നമ്മുടെ ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറണ വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചും ഒക്കെ എടുക്കണം. എന്നാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മളല്ലാതെ വെറുതെ ഇട്ട് അങ്ങോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇച്ചിരി വഴറ്റണം. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാര്യം ഇപ്പോൾ എണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്. അത് കാരണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനങ്ങനെ മീൻകറി വെക്കുന്നത് മാത്രമേ മൺചട്ടിയിൽ വെക്കാറുള്ളൂ. ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരാഗ്രഹം കൂന്തലറി വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചട്ടി എടുത്ത് വെച്ചത്. അപ്പോൾ നന്നായിട്ട് പിന്നെ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ പുക വരുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ സിമ്മിൽ ഇട്ടിട്ടും പുക വരുന്നത് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനടുത്ത് എന്തായാലും ഇച്ചിരി മൂടി വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമെന്ന്. അതിന് ഞാൻ പിന്നെ പെരുംജീരകം ചതച്ചതിടുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടിയല്ല, പെരുംജീരകം ഇതുപോലെ കുത്തി ചതച്ചെടുത്തതാണ്, അതും ഇടുന്നുണ്ട്.
അപ്പോൾ അതേ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇച്ചിരി കൂടെ ബ്രൗൺ കളറിൽ വരേണ്ടതാണ്. അത് നമ്മൾ മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇച്ചിരി ഉപ്പ് കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട്. നിങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ടൊക്കെ വെക്കണം. അപ്പം നമുക്ക് നല്ലൊരു കൂന്തൽ ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നിവിടെ വലിയ ചാറ് കറിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഫ്രൈ ആയിട്ടല്ല എടുക്കുന്നത്, കറി പോലെയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിച്ചിടണം. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൂന്തൽ നന്നായിട്ട് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. കാര്യം വെള്ളം ഇച്ചിരി ഉണ്ട്, അപ്പം നമുക്ക് ചാറ് വേണമല്ലോ. അപ്പം നന്നായിട്ട് അയമ്പ പരുവത്തിലാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ആ പുളി അങ്ങോട്ട് കോരിക്കളയണം കേട്ടോ. പുളിയിട്ട് വീണ്ടും തിളപ്പിക്കരുത്. പുളി നമുക്ക് ആവശ്യത്തിന് പുളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പുളി അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഞാൻ വെറും 2 കഷ്ണം പുളി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ പുളി അങ്ങോട്ട് കോരി മാറ്റാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതാ കിടക്കണം. അപ്പോൾ ഇവനെ കൂടെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കൂന്തൽ റോസ്റ്റ് എന്നൊക്കെ പറയാം എന്ന് നിങ്ങളെന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെയല്ല റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വെള്ളം ഇച്ചിരി വേണം, ചാറ് വേണം. അത് കാരണം നമുക്ക് ഇച്ചിരി വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്ത് ഒന്ന് പറ്റണം. ഇത്തിരി പറ്റിയാൽ മതി. വെള്ളം ഇച്ചിരി പറ്റി കഴിയുമ്പോഴേക്കും നമുക്കത് എടുക്കാം. പിന്നെ നമുക്ക് നല്ല ചേറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇച്ചിരി കുരുമുളക് പൊടി കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മളിട്ടത്. അപ്പോൾ അത് കാരണം ഇച്ചിരി എരിവിന് വേണ്ടി ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറി അങ്ങ് സെറ്റായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. പിന്നെ ഞാൻ ഇച്ചിരി വേപ്പില കൂടെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഇതെടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ, സീ യു.